ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നൊരു പാർക്കിലാണ് കേട്ടോ. കത്തൂസിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പാർക്ക്, ബീച്ച് ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സുഭാഷ് പാർക്കിലാണ്. കത്തൂസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. രാവിലെ മുതൽ കുളിച്ച് റെഡി ആയിട്ടിരിക്കുക, പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാം, പറ്റില്ല രാവിലെ പോകണമെന്ന് പറഞ്ഞു. ഒരു ഉച്ചയാകുമ്പോഴത് ഓപ്പൺ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പോയപ്പോൾ തന്നെ കാത്തൂസ് പാർക്ക് കണ്ടായിരുന്നു. പാർക്ക് കണ്ടിട്ട് പറഞ്ഞു അമ്മ ഒരു റൈഡ് കണ്ടിട്ട് ആ റൈഡിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും കയറിയില്ല, നോക്കി ഇങ്ങ് പോയി. പിന്നെ നമ്മൾ പാർക്കിലെത്തി അപ്പോഴേ അവൾ ഓടി. ലക്ഷ്യസ്ഥാനം അവൾ നേരത്തെ പറഞ്ഞ ആ റൈഡ് ഉണ്ടല്ലോ, അത് നോക്കിയാണ് പോകുന്നത്. അമ്മ അതെവിടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടുവാണ്. എന്തായാലും ഓടി അവൾ ആ ഒരു റൈഡിൽ കയറി. കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തിട്ട് ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കയറും, അവൾ ഇറങ്ങും, കുറച്ച് കയറും ഇറങ്ങും. എന്നിട്ടും മനസ്സിൽ മറ്റേ റൈഡാണ് നമ്മൾ ഫസ്റ്റൊക്കെ പറഞ്ഞില്ലേ, അവൾ വന്നപ്പോൾ കണ്ട ഒരു റൈഡ്. പക്ഷെ അത് കണ്ടില്ല. അമ്മ അത് അവിടെയാണോ, നമ്മൾ അവിടെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പാർക്കിൽ, അതുകൊണ്ട് നമുക്കറിയത്തില്ല ഇതെവിടെയൊക്കെയാണെന്ന്. പുള്ളിക്കാരി ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് അവിടെ എല്ലാം നോക്കും, എവിടെയാ അമ്മ റൈഡ്, എവിടെയാ. ഞാൻ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അവിടുത്തെ എല്ലാം പൂവിനെയും ചെടിയെയൊക്കെ പിടിച്ച് തലോടി നടക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും പുള്ളിക്കാരിക്ക് മറ്റേ റൈഡിലൊന്ന് കാണണം, കയറണം. എന്നിട്ട് അവസാനം അവൾ തന്നെ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് അവിടെ ചെന്ന് കയറിയിട്ട് അവിടെ ആ റൈഡിൽ നിന്ന് സ്ലൈഡാണ് കേട്ടോ. പല തരത്തിലുള്ള എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഹൈറ്റൊക്കെയുള്ള, നല്ല ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരുന്ന, അങ്ങനെ കമ്പിയൊക്കെ വളഞ്ഞ് കയറുന്ന ഒരു ടൈപ്പാണ്. നല്ല രസമാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ കാത്തോടെ സ്റ്റക്കായി കേട്ടോ. കാത്തൂസിൻ്റെ ഫ്രണ്ടിൽ 2 പിള്ളേരുണ്ടായിരുന്നു. അതിൻ്റെ ഒരുത്തനാണെങ്കിൽ സ്ലൈഡിലൂടെ തിരിഞ്ഞ് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ബാക്കി നിരങ്ങി വരുന്നവർക്ക് വരാൻ പറ്റുന്നില്ല. കാത്തൂസ് അവനോട് സ്റ്റക്കായി. അവൻ വീണ്ടും മണ്ടയ്ക്കോട്ട് കയറാൻ പോവാം. മറ്റേ കൊച്ചവനെ ചവിട്ടി വെളിയിലിറക്കി. കാത്തൂസ് തണ്ട ചാടി ഇറങ്ങി. അടുത്ത അവിടെ ഇങ്ങനെ ആ വളഞ്ഞിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇങ്ങനെ എന്തോ അത് മെയിൻ്റെനൻസ് നടക്കും, അവിടെ പൊട്ടിയൊക്കെ ഇരിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അടുത്തതിനകത്തോട്ട് കയറുക. എവിടെ കയറണം, എങ്ങോട്ട് കയറണം എന്നറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. എന്നാലും അടുത്തതിനകത്ത് കയറി. കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് പല തരത്തിലുണ്ട്. കുറച്ച് ഒരു 4 വേ ആയിട്ടാണ് ഇവിടെ ഈ സ്ലൈഡ് തന്നെ. അത് ഒരെണ്ണം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുക, ബാക്കി 3 വർക്കിങ്ങാണ്. കുട്ടികളെല്ലാം അവിടെ കയറുന്നു, ഇവിടെ കയറണമെന്ന് കാതൊന്നും അറിയത്തില്ല കേട്ടോ. കാത്തൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. വീണ്ടും അവൾ കയറിയതിനകത്ത് തന്നെയാണ് കയറുന്നത്. കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അതിനകത്ത് തന്നെയാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഇപ്രാവശ്യം സ്ലൈഡിനകത്ത് ആരും സ്റ്റക്കായില്ല, അതുകൊണ്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ, കുഞ്ഞുമക്കൾക്ക് കളിക്കാൻ പറ്റും, ഒത്തിരി റൈഡ്സ് ഉണ്ട്. സൺഡേയും കൂടെ ആയതുകൊണ്ട്, ഇപ്പോൾ വെക്കേഷനും കൂടെ അല്ലേ, വെക്കേഷനായിരുന്നു ഞങ്ങൾ പോയ ദിവസം, സൺഡേയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ആ വെയിലത്താണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾക്ക് വെയിലെന്താ, അവർ നല്ല ചിൽ മൂഡായിരുന്നു. വെയിലായാലും മഴയായാലും അവർക്ക് കളിക്കാൻ സമയം കിട്ടി, അവർ കളയത്തില്ലല്ലോ. കാത്തൂസ് അടുത്ത ഒരു സ്ലൈഡിൽ കയറി. ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാത്തൂന് നല്ല പേടിയുണ്ടായിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് എനിക്കും പേടിയുണ്ട്. പിള്ളേരെല്ലാവരും കുഞ്ഞു പിള്ളേരല്ലേ, അത്രയൊരു ഹൈറ്റൊക്കെ വരുമ്പം പേടിക്കും ഇറങ്ങി താഴോട്ട് വരാൻ. കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു. പക്ഷെ ബോയ്സ് ഉണ്ടല്ലോ, അവന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവന്മാർ ചാടി കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ടോ, ഒരുത്തൻ വരുന്നുണ്ടോ, പോയി. അടുത്ത് നമ്മുടെ കാത്തു കേട്ടോ. നല്ലതായിട്ട് പേടിയുണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും വീഡിയോ ഇങ്ങോട്ടോ പോയി. എന്തായാലും കാത്തൂസ് നല്ല പേടിച്ചാട്ടോ വരുന്നത്. കാത്തൂസ് ഇങ്ങനെ പെതുക്കെ നിരങ്ങി നാക്കൊക്കെ വെളിയിലിട്ട് വന്നു. ഇനി അവിടെ നിന്നെടുത്ത് ഇറങ്ങി ഓടുക. പിന്നെ ഞാൻ പറഞ്ഞു കാത്തൂസ് നമുക്ക് കുറച്ചും കൂടെ നടക്കാം, അവിടെ ബീച്ചുണ്ട്, അവിടെ ഒരു കടലിൻ്റെ ഒരു പോർഷനുണ്ട്, അവിടെ കാണാൻ പറ്റത്തില്ല. അവൾക്ക് അപ്പോൾ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എന്നാൽ ശരി, ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളെക്കാൾ ഫ്രണ്ടിൽ ഓടി. അവിടെ നിന്ന് ബൈനോക്കുലർ പോലെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ, നമുക്കവിടെ പോയി ഇരിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ എന്നിട്ട് താണ്ട ഓടിയതിനെ ചാടിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി വെള്ളം കുടിക്കുക. എന്നിട്ട് അടുത്ത ഒരു സ്ലൈഡ് പോലെ, ഒരു കോൺക്രീറ്റിൻ്റെയാണ് കേട്ടോ, ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഒരു സ്ലൈഡ് പോലെ പണിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്തും കയറി നിരങ്ങി. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തൊലിയെല്ലാം അവിടെ ഇരിക്കും കാത്തുനിന്ന്. അങ്ങനെ കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. കുറേ ഊഞ്ഞാലൊക്കെ ആടി ഒരു വലിയൊരു എന്താ പറയുക, അടുത്ത സ്ലൈഡിനകത്തോട് ചാടി കയറി.
കുറേ നേരം ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു കാത്തു അവിടെ നിന്ന് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എവിടുന്നാ? എൻ്റെ കൈ വിട്ടിട്ട് വീണ്ടും അതിനകത്ത് തന്നെ ചാടി കയറി. എന്തായാലും കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ, ഒത്തിരി ഇഷ്ടമാവും. കാരണം ഒത്തിരി അത്യാവശ്യം അവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു വന്നത്. എന്തായാലും കാത്തു നന്നായിട്ട് എൻജോയ് ചെയ്തു.